മാനവരാശിയുടെ സന്മാർഗത്തിനു വേണ്ടിയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. വിശുദ്ധ റമളാനിലാണ് ഖുർആൻ നാം ഇറക്കിയത്. അത് ജനങ്ങൾക്ക് സന്മാർഗത്തിനു വേണ്ടിയാണ്. ഹുദൽ ലിന്നാസാണ്. ഇപ്പം ഹിദായത്ത് എന്ന് പറയുന്നത് വായിച്ചും അനുഭവിച്ചും മനസ്സിലാക്കിയും ബോധ്യപ്പെട്ടും നേടിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാരമ്പര്യമായിട്ട് കൈമാറുന്നൊരു സാധനമല്ല ഹിദായത്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും പുറത്താക്കിയപ്പോൾ അല്ലാഹ് പറയുന്നത് ഹിദായത്ത് എൻ്റെ അടുത്തു നിന്നാണ് വരിക, അത് നിങ്ങൾ പിൻപറ്റണം. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹി. ആരെങ്കിലും എൻ്റെ ഹിദായത്ത് പിൻപറ്റിയാൽ പിന്നെ അവന് ബേജാറാവേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഹിദായത്ത് എന്താണ് എന്ന് കാണിച്ചു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. കാലാകാലങ്ങളിൽ ആ വേദഗ്രന്ഥങ്ങളുണ്ട്. കരിക്കുലം കൊണ്ടൊരു വിദ്യാഭ്യാസ സിസ്റ്റം പൂർത്തിയാവില്ല. അതിന് മികച്ച അധ്യാപകർ ആവശ്യമാണ്, ട്രെയിൻഡായ അധ്യാപകർ ആവശ്യമാണ്. അതാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല ഖദൽ മുഅല്ലിമു അൻ യകൂന റസൂല. അധ്യാപകനെ കണ്ടാൽ നീ എഴുന്നേറ്റ് നിന്നോ, റസൂൽ നല്ലൊരു അധ്യാപകനാണെന്ന് കവി അഹ്മദ് ഷൗക്കി പാടിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു മുഅല്ലിമാണ്. എല്ലാ പ്രവാചകന്മാരും യുഅല്ലിമുഹും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തഅലീം ചെയ്യുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് അല്ലാഹ് ഡിസൈൻ ചെയ്യുകയും അതിൻ്റെ സിലബസ് നിശ്ചയിക്കുകയും അത് പഠിപ്പിച്ചു തരാനും അനുധാവനം ചെയ്യപ്പെടേണ്ട മാതൃകകളായി ജീവിതം കാഴ്ചവെക്കുവാനും അധ്യാപകന്മാരായ പ്രവാചകന്മാരെ നിയോഗിക്കുകയുമാണ് ചെയ്തത്. ഇതൊന്നുമില്ലാതെ അല്ലാഹുവിന് നമ്മളെ പിടികൂടാമായിരുന്നു. ഇതൊന്നുമില്ലാതെ നമ്മളെ ശിക്ഷിക്കാമായിരുന്നു. വിവേചന ബുദ്ധിയുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ ദൈവം തമ്പുരാന് വഴിതെറ്റിയവരെ ശിക്ഷിക്കാനും വഴി തെറ്റാത്ത ആളുകളെ, നേരായ വഴിയിൽ പ്രവേശിച്ച ആളുകളെ രക്ഷപ്പെടുത്തുവാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അധികാരം അല്ലാഹുവിനുണ്ട്. പക്ഷേ അല്ലാഹു കാരുണ്യവാനാണ്. കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഖുർആൻ എന്ന് പറയുന്നത്. കാരുണ്യത്തിൻ്റെ ഭാഗമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ലോകത്തിൻ്റെ കാരുണ്യമാണ് നബി. നബി മാത്രമല്ല, എല്ലാ നബിമാരും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമീപിക്കേണ്ടത്, ഖുർആൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഖുർആൻ പഠിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ. മുമ്പൊരു കാലത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്നൊരാൾ തീരുമാനിച്ചാൽ പോലും അയാൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിന് സൗകര്യങ്ങൾ, ഒറ്റക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വരെയുണ്ട്. വളരെ വ്യവസ്ഥാപിതമായി, വളരെ ഒരു സിലബസോടുകൂടി പരീക്ഷയും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങളിലൂടെ വ്യവസ്ഥാപിതമായി വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം ഖുർആൻ സ്റ്റഡി സെൻറ്റർ കേരള നിങ്ങളുടെ മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തെ പുനഃസ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഖുർആൻ സ്റ്റഡി സെൻ്ററുകളാണ്. ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിലൂടെയാണ് അവർ ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ളത്. നിങ്ങളിൽ പല ആളുകളും ഏതെങ്കിലും ഖുർആൻ സ്റ്റഡി സെൻ്ററിൽ പഠിച്ചവരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരം നമ്മിലേക്കുണ്ടായത് സംഘടനകളിലൂടെയല്ല, ഖുർആനിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിലൂടെയാണ്. അതുകൊണ്ട് ഖുർആൻ സ്റ്റഡി സെൻ്റർ പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലെ മുസ്ലിം കൾച്ചറുകളിൽ, സംസ്കാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടാകുമ്പോൾ ഖുർആനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മഹാനായ ഡോക്ടർ യൂസുഫ് അൽ ഖർളാവി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കൈഫ നതഅമലു മഅൽ ഖുർആൻ എന്നാണ്. ഖുർആനിനോട് നമ്മൾ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ്. ബുദ്ധിയുടെ സമീപനം ഖുർആനിനോട് സ്വീകരിച്ചാൽ ചില വിവരങ്ങൾ ഖുർആൻ നമുക്ക് കിട്ടും. ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖയുടെ എക്സ്റ്റൻഷനായി ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ വിവരങ്ങളും നമുക്ക് ഖുർആനിൽ കിട്ടും. ഏതായാലും മാത്തമാറ്റിക്സ് ഖുർആനിലുണ്ട്, ഹിസ്റ്ററി ധാരാളമുണ്ട്. മറ്റു ശാസ്ത്രശാഖകളുടെയും വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആൻ ഒഴിവാക്കിയാലും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്.
അപ്പൊ ഏതൊക്കെ വിവരങ്ങൾക്ക് ഖുർആനെ റെഫറൻസായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ അതിനൊക്കെ ഖുർആൻ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം അത് തരും. പക്ഷെ അതിനുവേണ്ടി ഖുർആനെ സമീപിക്കാൻ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ലോകത്തെ മാനവരാശി അങ്ങനെ സമീപിക്കണമെന്നോ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഖുർആൻ അടിസ്ഥാനപരമായി ഇലാഹിയായ തൗഫീഖിന്റെയും ഹിദായത്തിന്റെയും ദൈവികമായ സന്മാർഗത്തിന്റെയും ഗ്രന്ഥമാണ്. അപ്പൊ ഖുർആനിന് നമ്മൾ ബ്രെയിൻ കൊണ്ട് സമീപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഖൽബ് കൊണ്ടാണ് ഖുർആനെ സമീപിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിക്കുന്നില്ല എന്നതാണ്. ഹൃദയം ഉണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് എങ്ങനെ ചിന്തിക്കാം? നമ്മൾ ഇപ്പോഴും അത് പഠിച്ചിട്ടില്ല. ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ശാസ്ത്രം ഒരു 3-4 കൊല്ലമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഹൃദയത്തിലും തലച്ചോറിന്റെ ചിന്താശേഷിയിലെ പ്രവർത്തിക്കുന്ന എന്തൊക്കെ സെല്ലുകളുണ്ടോ അതൊക്കെ കൽബിലുമുണ്ട്, കുറഞ്ഞ വശങ്ങൾ അതിലുണ്ട് എന്ന് സയൻസ് വളരെ കുറഞ്ഞ കാലമായിട്ടേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷെ അല്ലാഹു പറയാണ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് ഹൃദയം കൊണ്ട് ചിന്തിക്കുക? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് ഫതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ആയത്ത് നമ്മൾ സാധാരണ കേട്ടതാണ്. ഖുർആൻ നാം ഇറക്കിയിരുന്നെങ്കിൽ, ഖുർആൻ നമ്മൾ നല്ല മലയാളത്തിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് പറയും. ഖുർആൻ ശരിക്കും അവതരിക്കൽ, അതിന്റെ ഓർഡർ ഇറക്കം തന്നെയാണ്, മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് പോലെ അല്ല അവതരിപ്പിച്ചതല്ല, ഖുർആൻ ഇറക്കിയതാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, അതൊരു പർവ്വതത്തിന്റെ മുകളിൽ നാം ഇറക്കിയിരുന്നെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് ഫതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ആ പർവ്വതം എങ്ങനെ കിടുകിടാ വറക്കുന്നത് നിനക്ക് കാണാമായിരുന്നു എന്നാണ്. നമ്മൾ കണിയാപുരത്തോ അല്ലെങ്കിൽ കഴക്കൂട്ടത്തൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു കുന്നിന്റെ മുകളിൽ ഖുർആൻ കൊണ്ടേ ഇറക്കിയിട്ട് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. അത് അല്ലാഹു പറയുന്ന എന്താണ്? ഇത് കൊണ്ടു നടക്കുന്ന മനുഷ്യ, ഇത് ഏറ്റുവാങ്ങിയ സമുദായമേ, നിങ്ങൾ എന്തുകൊണ്ട് കുലുങ്ങുന്നില്ല എന്നാണ് അത് ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇത് ആളുകളെ അസ്വസ്ഥരാക്കും. അത് ഖുർആന്റെ ലക്ഷണമാണ്. എങ്ങനെയാണത് സാധിക്കുക എന്ന് ചോദിച്ചാൽ അത് കൽബോണ്ട് സ്വീകരിക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നത് ബ്രെയിൻ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കൽബിലൊരു സ്പാർക്ക് വരുന്നത് നമ്മുടെ കൽബിലുണ്ടായത് കൊണ്ടാണ്. കൽബിലുണ്ടാകുമ്പോൾ അത് കണ്ണിനെ നനയിപ്പിക്കും. അതാണ് വജിലത്ത് ഖുലൂബുഹും, ഹൃദയം പ്രകമ്പിതമാകും. തഫീദു മിനദ് ദമ്മ എന്നൊക്കെ ഖുർആൻ പറയുന്നത്. ഖുർആൻ ഓതി കരയെന്ന് പറയുന്നത് കൽബിൽ ഖുർആൻ ഉണ്ടാകുമ്പോഴാണ്. തലച്ചോറിൽ ഖുർആൻ ഉണ്ടായാലോ, തലച്ചോറിൽ വിവരം ഉണ്ടായതുകൊണ്ടോ നമ്മൾ കരയാറില്ല. വിവരം നമ്മളെ കരയിപ്പിക്കാറില്ല. നമ്മൾ കൽബിൽ ഒന്നിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അത് നമ്മുടെ കണ്ണിനെ നനയിപ്പിക്കുക. ചരമകോളം വായിച്ചിട്ട് നമ്മൾ ആരും കരയാറില്ല. നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ നമ്മൾ കരയും. കാരണം ആ മനുഷ്യൻ നമ്മുടെ കൽബിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ഖുർആൻ ഉണ്ടാവേണ്ട അടിസ്ഥാനമായ, ഖുർആൻ ഉണ്ടാവേണ്ട സ്ഥലം എന്ന് പറയുന്നത് കൽബിലാണ്, ഹൃദയത്തിലാണ്. അങ്ങനെ ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിലാണ് ഖുർആൻ ഈ പറഞ്ഞ ഭാവങ്ങളെല്ലാം ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഉണ്ടാവുള്ളൂ. ഏത് ഭാവങ്ങളാണ്? നിങ്ങളെ അത് പ്രകമ്പിതമാക്കും. വജിലത്ത് ഖുലൂബുഹും, നിങ്ങളുടെ ഹൃദയം അത് പ്രകമ്പിതമാക്കും, നിങ്ങളുടെ കണ്ണിനത് നനയിപ്പിച്ചു കളയും എന്നല്ല പറയുന്ന ആ അർത്ഥത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ കൽബിൽ ഖുർആൻ ഉണ്ടാവണമെന്നതാണ്. പ്രവാചക തിരുമേനി വഫാത്തായി കിടക്കുമ്പോൾ അവിടുത്തെ മുഖത്ത് 2 ചാലുകൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഓതി കരഞ്ഞതിന്റെ അടയാളമാണ്. മുടി നരപ്പിച്ചത് ഖുർആനാണ്. ഖുർആനിന്റെ മുടി നരപ്പിച്ചു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ മുടി നരച്ചിട്ടുണ്ട്. മുടി നരക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ പ്രായം തന്നെ ആയിരിക്കും. രണ്ടാമത്തത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന്റെയോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെയോ അതുപോലെ തന്നെ നമ്മളുടെ ജോലിയിലുള്ള അമിതമായ പ്രഷറോ മറ്റൊക്കെ കാരണം പല ആളുകൾക്കും ചിലപ്പോൾ മുടി നേരത്തെ നരച്ചു പോകാം. പക്ഷെ ഖുർആൻ ഒന്നും നമ്മുടെ മുടി നരപ്പിച്ചിട്ടില്ല. ശയ്യബതനി, എന്റെ മുടി വിശുദ്ധ ഖുർആൻ നരപ്പിച്ചു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ആഴത്തിൽ സ്വാധീനിക്കണം എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചാലും വായിച്ചാലും ഖുർആനിനെ മനസ്സിലാക്കിയാലും ഒരുപക്ഷെ നമുക്ക് ഹിദായത്ത് ലഭിച്ചുകൊള്ളണമെന്നില്ല. ഹിദായത്ത് ലഭിക്കാൻ ഖുർആനെ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. വിമർശിക്കാൻ വേണ്ടി ഖുർആനിനെ വായിച്ചവരും പഠിച്ചവരുമായ വമ്പിച്ച ഒരു നിര തന്നെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അവർ ഖുർആനിന്റെ എതിരാളികളാണ്, ഖുർആനിന്റെ വിമർശകരാണ്.
മുഹമ്മദ് നബിയെയും അവർ വായിച്ചിട്ടുണ്ട്. ഇബ്നു സിരീൻ തന്റെ ശിഷ്യന്മാരോട് പറയാറുണ്ട്, ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹിനെ കണ്ട അവൻ സ്വർഗത്തിൽ പോയി എന്നതാണ്. അപ്പൊ ശിഷ്യന്മാർ എഴുന്നേറ്റ് ചോദിച്ചു, അല്ല ഉസ്താദെ, അബൂജഹൽ റസൂലിനെ കണ്ടിട്ടില്ലേ, അബൂലഹബ് കണ്ടിട്ടില്ലേ, അവരൊക്കെ സ്വർഗത്ത് പോവോ എന്ന് ചോദിച്ചപ്പോ ഇബ്നു സിരീൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, പോൽ യഥാർത്ഥത്തിൽ അവരാരും മുഹമ്മദ് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അവർ കണ്ടത് മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്, അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിനെയാണ്, റസൂലുള്ളാഹിയായ മുഹമ്മദിനെ കണ്ടിട്ടില്ല എന്നതാണ്. എല്ലാവർക്കും മുഹമ്മദ് റസൂലുള്ളാഹിയെ കാണാൻ സാധിക്കുന്നില്ല. അവർ മുഹമ്മദ് റസൂലുള്ളാഹിനെ കാണുമ്പോഴാണ് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക, മുഹമ്മദിനെ കണ്ടാൽ വിശ്വസിക്കില്ല. മൈക്കിൾ എച്ച്ഹാർട്ട് മുഹമ്മദിനെ കണ്ടതാണ്. അതുകൊണ്ടാണ് 100 രേഖപ്പെടുത്തിയപ്പോ ഒന്നാമത് എച്ച്ഹാർട്ട് മുഹമ്മദ് നബിയെ രേഖപ്പെടുത്തിയത്. പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹിനെ മൈക്കിൾ എച്ച്ഹാർട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അനുയായിയാവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരുപാട് അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ എങ്ങനെ കാണണം, വിശുദ്ധ ഖുർആൻ എങ്ങനെ സമീപിക്കണം എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഖുർആൻ മുഴുവൻ പഠിച്ചു, വായിച്ചു, അതിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം കലക്കി കുടിച്ചു, അനുപദങ്ങൾ നിങ്ങൾ പഠിച്ചു, അതിന്റെ വ്യാകരണവും അത് ഉത്ഭവിച്ച പദപ്രയോഗങ്ങളും പദത്തിന്റെ ആഴങ്ങളിലേക്കും നിങ്ങൾ പോയി. പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചു കൊള്ളണമെന്നില്ല, ഖുർആൻ കൊള്ളണമെന്നില്ല. ഖുർആൻ എവിടെ ഉണ്ടാകണം? അത് മൊബൈലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും MB സ്പേസ് യൂസ് ചെയ്ത് സോഫ്റ്റ്വെയറിലോ ഉണ്ടായാൽ പോരാ, നമ്മുടെ കൽബിലുണ്ടാകണം. ഒന്നാമത് ഖുർആനെ സമീപിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കാൻ കഴിയണം. മനുഷ്യന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പോലും മനുഷ്യന് ഹൃദയമുണ്ട് എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൗദി അറേബ്യ ലോകത്തെ ഒന്നാമത്തെ ഒരു രാജ്യമായി മാറിയത് യന്ത്ര മനുഷ്യക്ക് പൗരത്വം നൽകിയെന്നതാണ്. സോഫിയ മനുഷ്യരവരുണ്ടാക്കി, അതിന് രാജ്യത്തിന്റെ പൗരത്വം നൽകി, അങ്ങനെ സിറ്റിസൺഷിപ്പ് നൽകി. അവർ ലോകത്ത് യന്ത്ര മനുഷ്യക്ക് പൗരത്വം നൽകിയ ഒരു രാജ്യമാവുകയാണ്. ആ യന്ത്ര മനുഷ്യക്ക് ധാരാളം ട്രെയിനിങ്ങൾ നൽകുകയാണ്. എല്ലാ വിവരങ്ങളും അതിലുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭൂമിയുടെ വിശദാംശങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളുടെ ഉപശാഖകളെക്കുറിച്ചും നമ്മൾ ചോദിച്ചാൽ ഈ സോഫിയ നമ്മോട് മറുപടി പറയും. അതുപോലെ തന്നെ പക്ഷേ അവർക്ക് ഇല്ലാതെ പോയത് എന്താന്ന് ചോദിച്ചാൽ ഹാർട്ടില്ല, കൽബില്ല. അവർ കരയും, പക്ഷെ കരയുന്ന വികാരങ്ങളില്ല. അവർ ചിരിക്കും, പക്ഷെ ചിരിക്കണ എക്സ്പ്രഷൻ ഇല്ല. ചിരിച്ചാ പോരല്ലോ, മനുഷ്യന് ഇമോഷൻ ഉണ്ട്, അത് കൽബുമായി ബന്ധപ്പെട്ടതാണ്. തലച്ചോറുള്ള ഒരു വിവരം കൽബിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യണല്ലോ റബ്ബേ ഇമോഷൻ നമുക്കുണ്ടാവുക. ആ ഇമോഷനാണ് ഒരു മനുഷ്യനെ ഖുർആനിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ജോലി എന്ന് പറയുന്നത് മനുഷ്യരെടുക്കുന്നതിനേക്കാൾ ആപ്റ്റായി ആക്യുറേറ്റ് എടുക്കുന്ന റോബോട്ടുകളുണ്ട്. കണ്ണൂരിലെ ഒരു ഹോട്ടലിൽ വെയിറ്റർമാർ റോബോട്ടുകളായിരുന്നു നമ്മൾ കണ്ടതാണ്. അവർക്ക് ചിക്കൻ ചില്ലിയും 65 തമ്മിലുള്ള വ്യത്യാസം മനുഷ്യനേക്കാൾ കൂടുതൽ തിരിച്ചറിയും. ഓർഡർ ചെയ്ത കറക്റ്റ്. ലോകത്ത് ICICI എന്ന് പറയുന്ന ബാങ്ക് സിസ്റ്റം, അവർ മുംബൈയിൽ ഒരു ബാങ്ക് തുടങ്ങുന്ന എന്താന്ന് ചോദിച്ചാൽ മനുഷ്യരതിൽ ജോലി ചെയ്യൂല എന്നാണ്. അപ്പൊ എനിക്ക് ജോലി ഇല്ല എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. തൊഴിലില്ലായ്മ ഒരു ക്രെഡിറ്റ് ആയി കൊണ്ട് നടക്കാൻ പറ്റുന്ന കാലത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൊഴിലില്ലായ്മ ഈ മേഖലയിലേക്ക് യന്ത്രമനുഷ്യന്മാർ കയറി വരികയാണ്. അവർക്ക് ഡാറ്റകളുണ്ട്, വിവരങ്ങളുണ്ട്, ചോദിച്ചതിനെല്ലാം ഉത്തരങ്ങളുണ്ട്. പക്ഷെ അവർക്ക് എക്സ്പ്രഷൻ ഇല്ല, ഇമോഷൻ ഇല്ല, വികാരങ്ങളും വികാരപ്രകടനങ്ങളും ഇല്ല. അതില്ലാത്ത കാലത്തോളം മനുഷ്യൻ ഇനിയും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് കൽബ് കൊണ്ടാണ് മനുഷ്യൻ ലോകത്ത് അതിജയിക്കാൻ സാധ്യതയുള്ളത്, വിവരം കൊണ്ടല്ല. അപ്പൊ വിവരം കൊണ്ട് ലോകത്ത് അതിജയിക്കാൻ പറ്റാത്ത വിധം ലോകം അതിന്റെ വിവരത്തിന്റെ ആധിപത്യം മനുഷ്യനിൽ നിന്ന് പോയിരിക്കുക. നമുക്കറിയാം, ഇന്റലിജൻഷ്യ എന്ന് പറയുന്നത് മനുഷ്യൻ്റെതല്ല, ആർട്ടിഫിഷ്യലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻഷ്യയുടെ കാലത്ത് മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ഇമോഷൻ എന്ന് പറയുന്നതാണ്. അവിടെ ഖുർആൻ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ നമ്മൾ ഖുർആനിനെ ചേർത്ത് പിടിക്കേണ്ടത് കൽബിനോടാണ്. കൽബിനോട് ചേർത്ത് പിടിക്കുമ്പോൾ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൽബിലേക്ക് ഖുർആൻ ഇറങ്ങി വരികയും ഖുർആൻ പ്രാവർത്തികമാവുകയും ചെയ്യുക എന്നതാണ്. ഖുർആൻ പ്രാവർത്തികമാവുക
മശായിറുൽ ബശരിയ, മനുഷ്യന്റെ വികാരങ്ങളെ ഏറ്റവും കൂടുതൽ സർഗാത്മകമായി അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്, ഖുർആനിന്റെ ഹർഫുകളാണ്. അതിലൊരു ഹർഫ് പോലും റസൂലുള്ളാഹിയുടേതില്ല, അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അത്ര പവിത്രത അതിനുണ്ട്. നമുക്കെല്ലാം എല്ലാം ചോദിക്കാതെ തരുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഓക്സിജൻ ചോദിച്ചിട്ടില്ല. നമുക്ക് ഇത്ര ആവശ്യമുള്ള ഒരു ഘടകമില്ല. നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് എടുക്കണമല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മനസ്സിന് അലട്ടുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്, വെള്ളം താഴേക്ക് ഇറങ്ങില്ല, ഉറക്കമുറുകില്ല, പക്ഷെ വായു വേണമല്ലോ. പക്ഷെ ഇത് നമ്മൾ ചോദിച്ചിട്ടില്ല, ഇതുവരെ ഓക്സിജൻ ചോദിച്ചിട്ടില്ല. തന്നുകൊണ്ടേ പിടിച്ചു വെച്ചത് കണ്ടതാണ് നമ്മൾ. ഒരു 3-4 മാസം ഈ രാജ്യത്ത് ഓക്സിജൻ അനേകം മനുഷ്യർക്ക് നിഷേധിച്ച രംഗം പടക്കുന്ന മനസ്സോടുകൂടിയല്ലേ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. 60-70 വയസ്സായ മാതാപിതാക്കൾ തങ്ങളുടെ ഓക്സിജൻ സിലിണ്ടർ ഊരിവലിച്ച് തങ്ങളുടെ മക്കൾക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്ത കാര്യം നമ്മൾ കണ്ടത്. 15,000 രൂപക്ക് കിട്ടുന്ന ഒരു ഓക്സിജൻ സിലിണ്ടറിന് 1,15,000 രൂപ കൊടുത്തിട്ടും കിട്ടാത്തൊരവസ്ഥ എന്ന് അള്ള ചോദിച്ചതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നടോ ഇപ്പോ എന്ന് ചോദിച്ചത് പോലെ ഒരുപാട് അനുഗ്രഹം ചോദിച്ചും ചോദിക്കാതെയും വാരിക്കോരി നൽകുന്ന ജഗന്യന്താവിന്റെ ഹർഫ് എടുത്തു നോക്കാൻ നമുക്ക് സമയം. നമ്മളെക്കാൾ വലിയ അധികാരിയാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ ശുക്ർ എന്ന് പറയുന്നത് ദിക്ർ. ആദ്യത്തെ ദിക്ർ ഏതാ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ തന്നെയാണ്. കാരണം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ നാമാണ് ഇറക്കിയത്. ആ ദിക്ർ നാം തന്നെ സംരക്ഷിക്കുമെന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശുക്ർ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം ചേർത്ത് പിടിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ശുക്ർ ചെയ്യേണ്ടത് എന്തിനാണ്? സാധാരണ രീതിയിൽ നമ്മളൊക്കെ ശുക്ർ ചെയ്യാന്ന് പറയുന്നത് കിട്ടാൻ പോണീന് ശുക്ർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പഠിച്ചവൻ 1,00,000 റുപ്യ കൊണ്ടാ ഞാൻ ശുക്ർ ചെയ്യാന്നാ പറയണത്. കിട്ടിയ 4 ലക്ഷത്തിന് ഞാൻ ശുക്ർ ചെയ്തിട്ടില്ല. ഇതുവരെ എന്റെ അസുഖം മാറ്റിക്കൊണ്ട് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അസുഖമില്ലാതെ 10-30 കൊല്ലം കാലും കൈയും നമ്മൾ ഇച്ഛിക്കുന്നിടത്തേക്ക് ചലിപ്പിച്ചൊരു ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ശുക്ർ ചെയ്തിട്ടില്ല. ഒന്ന് മങ്ങാതെ നിലനിർത്തുക. മുഹമ്മദിന്റെ തലയുടെ രക്തം സ്പർശിച്ചിട്ട് മാത്രമേ ഇനി വാള് ഉറയിലേക്ക് തിരിച്ചു പോകൂ എന്ന് ആജാനബാഹുവായ ഒരു മനുഷ്യൻ പ്രതിജ്ഞയെടുത്ത് എല്ലാ ആളുകളെയും പഞ്ചഗുസ്തിയിലൂടെ കീഴടക്കിയിരുന്ന ശക്തനും മല്ലനുമായ ഒരു മനുഷ്യൻ, സ്വയം തളരുവോളം മദ്യപിക്കുന്ന മനുഷ്യൻ, അങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളെയും യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്തവരും അതുപോലെ വാശിയുമുള്ളവരും ശക്തിയും അദ്ദേഹം പ്രതിജ്ഞ ചെയ്ത ഒരു പ്രതിജ്ഞ മുഹമ്മദിന്റെ തലയെടുക്കുമെന്ന്. അങ്ങനെ വാള് മൂർച്ച കൂട്ടി രാമിനുക്കി ഉറയിലേക്ക് അത് തിരിച്ചു വെക്കാതെ ഇത് ഉറയിലേക്ക് പോകണമെങ്കിൽ മുഹമ്മദിന്റെ തലയെടുക്കണമെന്ന് പ്രതിജ്ഞ ചെയ്ത് പുറപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അവരെ നന്നാക്കിയിട്ട് പോയി മുഹമ്മദിന്റെ തലയെടുക്കാനെന്ന് പറഞ്ഞപ്പോ നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സഹോദരിയുടെ വീട്ടിലേക്ക് ഉമർ വരുന്നത് കാണുകയാണ്. ഉമർ വരുന്നത് കണ്ടപ്പോ അവരെല്ലാം പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ ഏടുകൾ മടക്കി അവർ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോ ചോദ്യം പറച്ചിലൊന്നുമില്ല. നിങ്ങൾ എന്തിന് ഇസ്ലാം സ്വീകരിച്ചു? നമ്മുടെ കുടുംബത്തിന് എന്തിന് അപമാനമുണ്ടായി? ഗോത്രത്തിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കേണ്ട എന്റെ തല എന്തുകൊണ്ട് നിങ്ങൾ തട്ടി? ഇങ്ങനെ ചോദ്യവും മടിയും നടക്കുകയാണ്. അളിയനെ തല്ലി, അത് തടയുമെന്ന പെങ്ങളെ തല്ലി, പെങ്ങളെ താഴെ നെറ്റിത്തടം പൊട്ടിയൊഴുകുകയാണ്, രക്തമൊഴുകുകയാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പരിസരബോധമുണ്ടാകുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, എന്തോ നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു, അതൊന്ന് കൊണ്ടുപോയി, നീ കുളിച്ചു വരൂ, നീ തണുത്തു വരൂ. തൊട്ട് മൂലയിൽ നിൽക്കുന്ന ഒരു തോൽപ്പ ഉമർ റളിയല്ലാഹു വെള്ളം ഇങ്ങനെ ഉമർ കമിഴ്ത്തി കുളിച്ച് അദ്ദേഹം തലയൊന്നും തോർത്താതെ വെള്ളം മൂർന്നിറങ്ങി വരിക. ധൃതി കൊണ്ട് ആ പറിച്ചു തട്ടിപ്പറിച്ചു
ആ മനുഷ്യൻ എടുത്തു എന്ന് പറയുന്ന അധ്യായത്തിന്റെ 6-ാമത്തെയോ 7-ാമത്തെയോ വചനമെത്തിയപ്പോഴും ആ മനുഷ്യൻ മുട്ടുകുത്തി വീഴുകയാണ്. പിടിച്ച് മുഹമ്മദിന്റെ തലയുടെ രക്തം കണ്ടല്ല ഉറയിലേക്ക് വരില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത മനുഷ്യർ കൊച്ചുകുട്ടിയെപ്പോൾ കരയുക, തിരിച്ചു പോവുകയാണ്. താഴ്ത്തിയിട്ടാണ് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ എത്തുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ. മനസ്സിനെയാണ് ഖുർആൻ സ്വാധീനിക്കുന്നത്. കോപാന്തനായ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നമ്മുടെ ആരുടെ സംസാരം വല്ലപ്പോഴും വികാരങ്ങളെ സംവദിക്കാൻ കെൽപ്പുറ്റ സംസാരം ഖുർആൻ ആലോചിച്ച് ഒരുപാട് മനുഷ്യരുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മുഹമ്മദ് ഓതുന്ന ഖുർആൻ കേൾക്കരുതെന്ന് നിർബന്ധമുണ്ടായ മനുഷ്യർ എങ്ങനെയാണ് ഖുർആന്റെ ശകലം കേട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ഇന്ന് ചരിത്രം പഠിച്ച് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്കറിയാം, അറബ് ലോകത്തെ വിറപ്പിച്ചു നിന്ന കൊള്ളയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കൊള്ളയടിച്ച് സമ്പാദിച്ചിരുന്ന അദ്ദേഹത്തെ പേടിച്ച് രാത്രി കച്ചവടക്കാർ സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പേടിച്ച് രാത്രി തമ്പടിച്ചു നിൽക്കുകയാണ്. രാവിലെ പോകാമെന്നാണ് അവർ വിചാരിക്കാറുള്ളത്. അത്ര ഭീകരനായ മനുഷ്യൻ, അത്ര ആളുകളെ പേടിപ്പെടുത്തിയിരുന്നവർ വീട്ടിലേക്ക് മോഷണം നടത്താൻ വേണ്ടി ആ വീട് കുത്തിത്തുറന്ന് സമ്പാദ്യമെല്ലാം എടുത്ത് ഭാണ്ഡക്കെട്ടുകളായി തിരിച്ചു പോകുമ്പോൾ പിന്നിൽ നിന്ന് പെൺകുട്ടി വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്യം ഉച്ചരിക്കുകയാണ്. എന്ന് പറയുക, ഇനിയും അല്ലാഹുവിനെ ഭയപ്പെടാൻ സമയമായില്ലേ എന്ന ഈ ആയത്തിന്റെ ഒരു ശകലം പിന്നിൽ നിന്ന് കേട്ടപ്പോ ഉടനെ ഭാണ്ഡക്കെട്ട് താഴെ വെച്ച് ഈ തസ്കരവീരനായ മനുഷ്യൻ അദ്ദേഹം ആ മോഷണ സാധനങ്ങൾ ഇട്ട് ഓടിപ്പോയ വഴിയിൽ തമ്പടിച്ചു നിൽക്കുന്ന സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെന്തിനാണ് ഈ വഴി തടസ്സപ്പെടുത്തി രാത്രി ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്? ഫുലൈൽ എന്ന് പറയുന്ന കൊള്ളക്കാരനുണ്ട്, അദ്ദേഹത്തിന്റെ ഇഷ്ടനട നേരം വെളുത്തിട്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ. അദ്ദേഹം ഏങ്ങി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇനി മുതൽ നിങ്ങൾക്ക് ഫുലൈലിനെ പേടിക്കേണ്ടി വരില്ല. ഫുലൈലിനെ പേടിക്കാതെ നിർഭയമായി നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഫുലൈലെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫുലൈൽ എന്ന് പറയുന്ന ഈ തസ്കരവീരൻ പിൽക്കാലത്ത് പേര് കേൾക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു മനുഷ്യരായി മാറുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അനേകം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പൊ കുറ്റകൃത്യങ്ങളിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് വളരെ ചെറിയൊരു ആയത്തിന്റെ ശകലം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവ് വിശുദ്ധ ഖുർആനുണ്ട്. അതിന്റെ ഓരോ ഹർഫിനും ഉലൂഹിയത്തിന്റെ റുബൂബിയത്തിന്റെ ഒരു പവർ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ വാക്കുകൾക്കില്ല. ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ അയാളോട് സംസാരിച്ച് കീഴ്പ്പെടുത്താൻ നമുക്ക് ജഗന്യന്താവിന്റെ വാക്കിന പരിമിതികളില്ല. അതുകൊണ്ട് മനസ്സിലേക്കും ഏതു സമയത്തും തുളച്ചു കയറുന്ന അനിർവചനീയമായ ഒരു ശൈലി വിശുദ്ധ ഖുർആനിന്റെ അവതരിപ്പിക്കാൻ വന്നപ്പോ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് മുറയിൽ നിന്ന് കേൾക്കുകയാണ്. ചോദിച്ചു, എന്താണ് ഈ സാധനം എന്ന് ചോദിക്കുകയോട് മറുപടി പറഞ്ഞത് മ്യൂസിക് ഫോർ ഗോഡ് എന്നാണ്. ഇത് ദൈവത്തിന്റെ സംഗീതപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം സംഗീതം നടത്തിയിട്ടുണ്ട്. മ്യൂസിക് ഫോർ മണി, പണത്തിനു വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. മ്യൂസിക് ഫോർ എന്റർടൈൻമെന്റ്, വിനോദത്തിന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. മ്യൂസിക് ഫോർ വേണ്ടി ഞാൻ പാടാറുണ്ട്, എന്റർടൈൻമെന്റിന് വേണ്ടി പാടാറുണ്ട്. പക്ഷെ ഇത്തരം ഒരു സംഗീതം ഞാൻ കേട്ടിട്ടില്ല. ലോകത്ത് ഗിറ്റാർ കൂടക്കുലുങ്ങുന്ന സംഗീതത്തിന്റെ ഇത് സംഗീതമായി തോന്നിയിറങ്ങനെ അത് പഠിക്കുകയാണ്. യൂസുഫുൽ ഇസ്ലാമായി തീരുന്നത് അനേകം പഠനത്തിനു ശേഷം ാണ് ദൈവത്തിന്റെ സംഗീതമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. ഇതിന് സംഗീതമുണ്ട്. ഇയർഫോൺ വെച്ച് നല്ലൊരു ഖുർആനിന്റെ ഖിറാഅത്ത് നിങ്ങൾ കേട്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. അത് നിങ്ങളെ മനസ്സിനെ സ്വാധീനിക്കും. നമ്മളത് കേൾക്കേണ്ട രീതിയിൽ കേട്ടുപോയ കൽബിന് അത് പിടിച്ചു കുലുക്കിക്കൊണ്ടേയിരിക്കും. അത്ര മാസ്മരികത,
അതിനുണ്ട്. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾ ഈ കമ്പോസിംഗ് പഠിച്ചത്? കല്ലും കൂട്ടിമുട്ടുന്നത്, അതുപോലെ തന്നെ മരങ്ങൾ കൂട്ടിമുട്ടുന്നത്, മനുഷ്യന്റെ നടത്തം എല്ലാം അത് ഒപ്പിയെടുത്തിരിക്കുകയാണ്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഫ്രം ദ പ്രകൃതിയിൽ നിന്ന് കിട്ടിയത്. കമ്പോസാരാണ് ജഗത്തിന്റെ മനോഹര ശബ്ദത്തിനുമില്ല ശബ്ദങ്ങളും നിങ്ങൾ കമ്പോസ് ചെയ്തെടുത്തത് പ്രകൃതിയുടെ തലങ്ങളിൽ നിന്ന്. പ്രകൃതിക്ക് നിങ്ങളുടെ ജഗന്യം ആ ശബ്ദത്തിന് മ്യൂസിക് ഉണ്ട് എന്നും ആ മ്യൂസിക് എന്നെക്കാൾ കൂടുതൽ നിങ്ങളെക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുന്ന മനസ്സിലാക്കി എന്നത് ിലേക്ക് സാധനം പാർസൽ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയുള്ള ഒരു ശബ്ദം അദ്ദേഹത്തെ ഉടക്കുകയും ഹൃദയത്തെ സ്വാധീനിക്കുകയും ജീവിതത്തിന്റെ പല അർത്ഥങ്ങളെയും തേടി നടന്ന ഒരു മനുഷ്യൻ ഒടുവിൽ അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതത്തിന്റെ ചോദ്യത്തിനൊരൊറ്റ ഉത്തരമാണ് എനിക്ക് കിട്ടിയത്. ഈ വചനങ്ങൾ എന്റെ ജീവിതത്തിന്റെ ആർത്തിയെ ശമിപ്പിച്ചു പോയി. എന്റെ അറ്റമില്ലാത്ത ആശകളെ ഇല്ലായ്മ ചെയ്തു. ഈ ആശകൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു അറ്റവും ഉണ്ടാവില്ല എന്ന് ദൈവത്തിന്റെ ശാസന എന്റെ അടുത്തേക്ക് വന്നു. മരിച്ച് നിങ്ങളുടെ വായൽ മണ്ണ് തേമ്പുന്നത് വരെ, മണ്ണ് നിങ്ങളുടെ വായിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് വരെ ഒരിക്കലും നിങ്ങളുടെ ആശക്കോ നിങ്ങളുടെ അഭിലാഷത്തിനോ ശമനമുണ്ടാവില്ല എന്ന ഈ ആത്മീയമായ ആ ഉത്തരമാണ് എന്റെ ജീവിതത്തിലെ വലിയ സ്വാധീനം ചെലുത്തിയത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ വികാരങ്ങളോടും സംവദിക്കാൻ ശേഷിയുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള രണ്ടാമത്തെ ന്യായം എന്ന് പറയുന്നത് കൽബിനോട് നേരിട്ട് സംവദിക്കുക എന്നാണ്. മൂന്നാമത്തത് കൽബുമായി ബന്ധപ്പെട്ടത് ഹൃദയത്തിന്റെ രോഗങ്ങൾക്കത് ശമനമാണ് എന്നതാണ്. ഹൃദയത്തിന്റെ രോഗം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ കൊളസ്ട്രോൾ, ഷുഗർ, സോഡിയം കുറവുണ്ടോ, പൊട്ടാസ്യം കുറവുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിൽ നമുക്ക് അസൂയ ഉണ്ട്, കിബറുണ്ട്, ഫസാദുണ്ട്, റിയാ ഉണ്ട്. ഇതൊക്കെ അസുഖങ്ങളാണ്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറള. ഹൃദയത്തിന് അസുഖമുണ്ട്. പക്ഷെ അസുഖം ബാധിച്ച ശിഫയാക്കണല്ലോ, ശമനുണ്ട്. മറ്റൊരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയാൽ ശമനമാകുന്നതാണെങ്കിൽ ഇതിന് ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഖുർആനിന്റെ സട്ടതാണ്. കൽബിന്റെ രോഗങ്ങൾ അത് ശമനം ചെയ്യുമെന്നാണ്, മാറ്റുമെന്നതാണ്, ശിഫയാക്കുമെന്നാണ്, ഇല്ലായ്മ ചെയ്യുമെന്നാണ്. അപ്പൊ ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിൽ രോഗങ്ങളുണ്ട്. ആർത്തിയുടെ രോഗമുണ്ട്, ഹസദിന്റെ രോഗമുണ്ട്, അസൂയയുടെ രോഗമുണ്ട്. അസൂയ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ചൊല്ലണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്നതാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അസൂയ പുലർത്തിയാൽ, ഒരു സമുദായം മറ്റൊരു സമുദായത്തോട് അസൂയ പുലർത്തിയാൽ എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പറയാൻ, വല തസ്മഉന്നല്ലദീന മിനല്ലദീന ഊതുൽ കിതാബ് വല്ലദീന അശ്റകൂ അദൻ കസീറൻ. അഹ്ലു കിതാബിന്റെ അടുത്ത് നിങ്ങൾ എല്ലാ കാലവും കേൾക്കേണ്ടി വരും. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, മാർക്ക് ജിഹാദ് എന്നൊക്കെ കേൾക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം. അവരുടെ അടുത്ത് അസൂയ ഉണ്ട് എന്നുള്ളതാണ്. അസൂയ എന്ന് പറഞ്ഞ വലിയ രോഗമാണ്. ഇന്ന് കേരളത്തില് പ്രബലമായ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിൽ ഉള്ള വിവാദങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്ന അസൂയാണ്. അതൊരു രോഗമാണ്. ഒരു സമുദായത്തിനും ഒരു രാഷ്ട്രത്തിനും അത് ബാധിക്കാം. വ്യക്തിക്ക് മാത്രമല്ല, അത് വളരെ അപകടകരമായ രോഗമാണ്. ആ രോഗങ്ങളിൽ നിന്നാണ് ഇന്ന് ഇസ്ലാമോഫോബിക്കായ പ്രചാരണങ്ങളുടെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ രോഗങ്ങൾ എല്ലാം നിങ്ങളുടെ കൽബിനെ ബാധിച്ച രോഗങ്ങൾക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ രോഗത്തിന് ഇതിൽ മെഡിസിൻ ഉണ്ട്, ശിഫയുണ്ട് എന്നുള്ള പറയാൻ. അപ്പോൾ ഹൃദയത്തിന്റെ രോഗം മാറണമെങ്കിൽ വളരെ ക്ലിയർ ആയ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഈ കുറിപ്പടി നമുക്ക് തന്നിട്ട് അല്ല പറയാം അത് വായിച്ചു നോക്ക് എന്നാണ് പറയുന്നത്. ഡോക്ടറെ അടുത്ത് പോയാൽ നമുക്ക് ലിസ്റ്റ് കിട്ടും, മരുന്ന് ലിസ്റ്റ് കിട്ടും. വായിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ പോക്കറ്റിലിട്ട് പോവില്ല. കഴിയുന്ന മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. അത് വായിച്ചിട്ട് അവൻ മരുന്ന് തരും.
അത് ട്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് അസുഖം മാറുക. അങ്ങനെ തന്നെയാണ് ഖുർആൻ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നിടത്ത് കൊണ്ടേ കൊടുക്കുക, മനസ്സിലാവാൻ പരിശ്രമിക്കുക. അതിൽ അസുഖത്തിന് മരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്ന് ഖുർആനിലാണ്. നമുക്ക് ശരീരത്തിന് ബാധിക്കുന്ന മാരകമായ അസുഖങ്ങളെക്കാൾ കൽബിന് ബാധിക്കുന്ന അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കണം. വായിക്കുമ്പോഴാണ്, അത് മനസ്സിലാക്കുമ്പോഴാണ് കൽബിന്റെ അസുഖങ്ങൾക്ക് ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിന്റെ രോഗത്തിന് അത് ശമനമുണ്ട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഹൃദയത്തിന്റെ അസുഖങ്ങൾക്ക് ശമനമാണ്, ഹൃദയത്തിന്റെ വികാരങ്ങളോടത് ചേർന്ന് നിൽക്കുന്നതാണ്, ഹൃദയത്തോടത് സംവദിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും അത് സംവദിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനെ നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലേക്കും ചേർത്ത് പിടിക്കുക. നബി തിരുമേനി പറയാൻ, വീടുകളിൽ നിങ്ങൾക്ക് മനസ്സ് ഒരുമയുണ്ടാവണമെങ്കിൽ, വീടുകൾ നിങ്ങളുടെ മനസ്സിണങ്ങണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ളവർ വഅദ്ദിബുഹുമുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുക. ഖുർആൻ വായിക്കുക എന്നല്ല പറയണത്, ഖുർആൻ ഓതുക എന്നല്ല പറഞ്ഞത്. അദ്ദിബുഹുമുൽ ഖുർആൻ, വീടുകളിൽ ഖുർആൻ പഠിക്കണം. ഒന്നാമത്തെ ഖുർആൻ സ്റ്റഡി സെന്റർ എവിടെയാണ്? വീട് തന്നെയാണ്. രണ്ടാമത്തത്, നിങ്ങൾ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. മൂന്നാമത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള പെട്ടെന്ന് നമുക്കറിയാം, അത് ഐക്യത്തിന്റെയും ഒരുമയുടെയും ഘടകമാണ്. പക്ഷെ ബാക്കി 2 ഖുർആനാണ്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ലോകത്തുള്ള മുഴുവൻ നീ ചെലവഴിച്ചാലും അവരുടെ ഹൃദയം ഇണക്കാൻ നിനക്ക് കഴിയില്ല. 2 മനുഷ്യന്മാരുടെ ഹൃദയം ഇണക്കണ പരിപാടി ആരാ ചെയ്യുക? അള്ളയാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റൂല. ഇത്ര നിസ്സാരനാണ് നമ്മൾ. അടുപ്പിച്ചിരിക്കണ മനുഷ്യന്മാരുടെ ഹൃദയം പോലും നമുക്ക് ഇണക്കണമെങ്കിൽ കഴിയില്ല. ഭാര്യൻ്റെ ഭർത്താവിൻ്റെ കഴിയില്ല. അവർ കൗൺസിലർ അടുത്ത് നമ്മൾ കൊണ്ടുപോയാൽ കൗൺസിലർ വഴി പറഞ്ഞുതരും, ഇങ്ങനെയൊക്കെ പോയാൽ ശരിയാവട്ടോ എന്നാണ് പറയാ. ഇണക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ഇണക്കി. ഒരു ഒട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ തടാകത്തിൽ പോയി വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ വർഷങ്ങൾ യുദ്ധം ചെയ്ത ചരിത്രമുണ്ട് അറബികൾക്ക്. അയ്യാമുൽ അറബ് എന്ന് പറയുന്ന ജാഹിലിയ ചരിത്രം യുദ്ധത്തിന്റെ ചരിത്രമാണ്. നിസാര കാരണത്തിന് ഞങ്ങളുടെ ഗോത്രത്തിന്റെ ഒട്ടകം മറ്റേ ഗോത്രത്തിന്റെ തടാകത്ത് പോയി വെള്ളം കുടിച്ചതിന് യുദ്ധം ചെയ്തിട്ടുണ്ട് അറബികൾ. വർഷങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ അറബികൾ എങ്ങനെയാക്കി? യുദ്ധത്തിൽ മരണാസന്നനായി കിടക്കുന്ന ഒരു സഹോദരൻ വെള്ളം വെള്ളം എന്ന് ചോദിച്ചപ്പോ തോൽപാത്രത്തിൽ വെള്ളവുമായി ഒരാൾ വരികയാണ്. അദ്ദേഹം വെള്ളം ഇങ്ങനെ ഇറക്കാൻ നിൽക്കുമ്പോഴാണ് അടുത്തുനിന്ന് വെള്ളം വെള്ളം എന്നുള്ള ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹം ചുണ്ടു പൂട്ടിയിട്ട് പറയാൻ, എനിക്ക് വെള്ളം വേണ്ട, വെള്ളം വേണ്ട, ആ സഹോദരന് കൊണ്ടുപോയി കൊടുക്കൂ, ആ സഹോദരന് കൊണ്ടുപോയി കൊടുക്കൂ. ഇങ്ങനെ ഈ മനുഷ്യരുടെ മനസ്സിനെ മാറ്റിയത് ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാലും അവരുടെ മനസ്സിളക്കാൻ കഴിയും. ഞാൻ എന്നെ തീരുമാനിക്കണം. അതുകൊണ്ട് അള്ളാഹ് റസൂൽ പറയാൻ, കുടുംബത്തിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കിടക്കണം എന്നുള്ളത് മനസ്സണങ്ങിക്കൊള്ളണമെന്നില്ല. ഇണങ്ങണമെങ്കിൽ ഖുർആൻ വേണം. അവിടെയും കൽബിന്റെ അടക്കം ഖുർആനാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അദ്ദിബുഹുമുൽ ഖുർആൻ. വീടുകളിൽ ഖുർആൻ പഠിച്ചോ. എൻ്റെ നാട്ടിൽ ഖുർആൻ സ്റ്റഡി സെന്റർ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ല എന്ന് പരിതപിച്ചത് ന്യായമല്ല. നിന്റെ വീട്ടിൽ 4 സ്റ്റൂൾ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, നിന്റെ സിറ്റ് ഔട്ടിൽ 2 or 4 കസേരകൾ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റഡി സെന്റർ തുടങ്ങണം. അത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. കാരണം വീട്ടിലാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത്. അദ്ദിബുഹുമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോവില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഏത് കാര്യവും പടച്ചവനോട് ചോദിച്ചാൽ മാത്രമേ അള്ളാഹ് തരുള്ളൂ, ചോദിക്കാതെ അള്ളാഹ് തരൂല. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചോദിച്ചാൽ അള്ളാഹ് തരും. ചോദിക്കുമ്പോൾ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ ചില പ്രവാചകന്മാരുടെ പകുതി ചരിത്രവും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകളുടെ ചരിത്രം പഠിപ്പിച്ചെന്താണ്? എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് റബ്ബേ എന്ന് വിളിച്ചിട്ടാണ്. ഈ പ്രാർത്ഥന ആദ്യം ഉണ്ടാവേണ്ടത് എവിടെയാണ്? കുടുംബത്തിലാണ്. റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു പ്രവാചകനെയും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിനൊരുപാട് മാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് റബ്ബ് വിളിക്കണത്? വേറെ കുറെ സിഫത്ത് അല്ലാഹ് ഉണ്ടല്ലോ. ആ സിഫത്തൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ വിളിച്ചിട്ടില്ല. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലീ വസീറൻ മിൻ അഹ്ലി റബ്ബി ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് ربنا هب لنا من ازواجنا ربنا آتنا في الدنيا حسنة ربنا
ഒരടിമ കൽബിന്റെ അടിത്തട്ടുന്ന റബ്ബേ എന്ന് വിളിക്കണ വിളിയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു വിളി അവൻ വിളിക്കണില്ല. റബ്ബേ എന്നൊരാൾ വിളിക്കണ വിളി അതാണ് ഏറ്റവും വലിയ വിളി. എല്ലാ നബിമാരും അത് വിളിച്ചവരാണ്. അത് വിളിച്ചവർക്കേ അള്ളാഹ് സഹായം കൊടുത്തിട്ടുള്ളൂ. അത് മനസ്സിലാക്കണ്ട. ചോദിച്ചാൽ അള്ളാഹ് കൊടുക്കും. രണ്ടാമത്തത്, അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് തിരിച്ചു സഹായിക്കും. വൺ വേ പരിപാടിയില്ല. മൂന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് തരും. അള്ളാഹിനെ സഹായിച്ചാൽ സഹായിക്കും. അള്ളാഹിനെ ഓർത്താൽ അള്ളാഹ് തിരിച്ചു ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. ഓർത്താലേ ഓർക്കുള്ളൂ. എന്നെ അള്ളാഹ്ക്ക് ഓർത്തൂടെ എന്ന് ചോദിച്ച കാര്യമില്ല. ഓർക്കൂല, മെയിൻറ്റെയില്ല. അല്ല മെയിൻറ്റെയില്ല. ഈ മൂന്ന് കാര്യം നമ്മൾ ജീവിതത്തിൽ ഉറപ്പിച്ച് പരിപാലിക്കേണ്ട കാര്യമാണ്. ചോദിച്ചാലേ കിട്ടുള്ളൂ, ഓർത്താലേ അള്ളാഹ് ഓർക്കുള്ളൂ, അള്ളാഹിനെ സഹായിച്ചാലേ അള്ളാഹ് സഹായിക്കുള്ളൂ. ഇത് പ്രവാചകന്മാർക്കും ബാധകമാണ്. പ്രവാചകന്മാർക്കും ബാധകമാണ്. അതുകൊണ്ടാണ് നബിമാരുടെ പ്രാർത്ഥനകൾ വളരെ വിശദീകരിച്ച് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചത്. വിശുദ്ധ ഖുർആൻ ഇവരൊക്കെ സഹായിക്കാനുള്ള കാരണം ചോദിച്ചിട്ട് ഞാൻ സഹായിച്ചതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടും. ഇദാ ദഅാനി, എന്നെ വിളിച്ചാലേ തരുള്ളൂ, വിളിക്കാതെ കണ്ടറിഞ്ഞ പരിപാടി. അങ്ങനെ സഹായിക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ അള്ളാഹ് സഹായിക്കേണ്ട ഒരു ഘട്ടം ബദറിലാണ്. ബദറിൽ എപ്പോഴാണ് സഹായിച്ചത്? ബദറിലേക്ക് പോകുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെല്ലാം പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരാ. നോമ്പ് മുറിക്കാൻ നബി പറഞ്ഞപ്പോൾ നബിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. നബിയെ, നോമ്പ് ഞങ്ങൾ മുറിക്കാം, പക്ഷെ കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ എന്നാണ് ചോദിക്കണത്. ഇല്ല, പല ഭക്ഷണം കൊടുക്കാനില്ല. പിന്നെ നോമ്പ് മുറിച്ചിട്ട് എന്താ കാര്യം? പല ആളും നോമ്പ് പിടിച്ചു പോയി, അവരെല്ലാം ബോധം കെട്ട് വീണുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനൊരു മനുഷ്യനെ തോളിലേറ്റിയാ പോയിരുന്നത്, യുദ്ധത്തിനാണ് പോകുന്നത്, ചുമലിലേറ്റി പോവാൻ. അങ്ങനെ തളർന്നു പോയ മനുഷ്യർ യുദ്ധം തുടങ്ങിയപ്പോൾ ഹുമുൽ റിജാലു ബല ഹുമുൽ ജിബാലു ബല ബുദൂറു മില്ലത്തിന ബൽസാദത്തുൻ കുബറ. ഹുമുൽ റിജാൽ, ആ മനുഷ്യന്മാരൊക്കെ ഹുമുൽ ജിബാൽ, പർവ്വതങ്ങളായി. പിന്നെ കുത്തിയിട്ട് വീണില്ല, ഉന്തിയിട്ട് മറിയണില്ല. നേരത്തെ തളർന്നു കിടന്ന മനുഷ്യന്മാരാണ്. അവരെങ്ങിലുണ്ടായിന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി തലേന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. അബൂബക്കർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിനോട് പറയാൻ, അള്ളാഹിന്റെ റസൂലെ, നമ്മളല്ലാതെ അള്ളാഹ് ആരെ സഹായിക്കുക, നിങ്ങൾ എന്തിനാ അങ്ങനെ ഇടങ്ങാറാവണത് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞ മറുപടി, ഇല്ല, അള്ളാഹ് ഒരു ഉറപ്പും തന്നിട്ടില്ല എന്നാണ്. അള്ളാഹ് ഉറപ്പ് തരണം, തന്നപ്പോഴാണ് റസൂൽ നിർത്തിയത്. അപ്പൊ ചോദിച്ചാൽ തന്നെ തരുള്ളൂ. അത് നബിമാർക്കും ബാധകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ചോദിക്കാൻ തന്നെ, ചോദിക്കാനാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുക, നമ്മുടെ കുട്ടികൾ ഉണ്ടാവുക. കുടുംബത്തിന്റെ കാര്യം പറയുമ്പോൾ ഖുർആൻ സ്റ്റഡി സെന്റർ, ചിലപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന മുതിർന്ന ആളുകളൊക്കെ ഖുർആൻ സ്റ്റഡി സെന്ററിൽ കുറേ ആളുകളൊക്കെ പഠിക്കുന്നുണ്ടാവും. ഇവിടെ കുട്ടികളില്ല, ചെറുപ്പക്കാരില്ല, ഭർത്താവുണ്ടെങ്കിൽ ഭാര്യ ഇല്ല, ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവില്ല. ഈ പറഞ്ഞതാണ് കൂടുതൽ ഉണ്ടാവുക. അതൊന്നും ഇനിയിപ്പോൾ ഇവിടെ അവാർഡ് വരാൻ പോവാണ്. ഒരുവിധ ആളുകളൊക്കെ സ്ത്രീകൾ തന്നെ ആയിരിക്കും, ഭർത്താവില്ല. കുടുംബസമേതം പഠിക്കേണ്ടതാണ് ഖുർആൻ, കുടുംബസമേതം പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് അല്ലാഹ് തന്ന ഭൂമിയിലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. രണ്ട് അനുഗ്രഹങ്ങളാണ്, രണ്ട് അലങ്കാരങ്ങളാണ്. മാല്, സമ്പത്ത്, സന്താനം. ഇതിൻ്റെ പ്രത്യേകത അത് സ്വർഗം വാങ്ങിത്തരും, നരകവും വാങ്ങിത്തരും. സ്വർഗവും വാങ്ങിത്തരും, നരകവും തരും. സമ്പത്ത് കൊടുത്ത് നരകവും വാങ്ങാം, സമ്പത്ത് കൊടുത്ത് സ്വർഗവും വാങ്ങാം. മക്കളുടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യില്ലേ, അതെല്ലാ സമയത്തും ഉണ്ടാവില്ല. അത്രയാണ് സീനത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ ബിരിയാണിക്കൊക്കെ അച്ചാർ കൂട്ടുന്ന അത്ര, ഇതാണ് സീനത്ത് എന്ന് പറഞ്ഞാൽ. ഭൗതിക അലങ്കാരം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മളൊരു കടക്ക് ഡെക്കറേറ്റ്, ഉദ്ഘാടനത്തിന് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബലൂണൊക്കെ വെച്ച് അലങ്കരിക്കും. അന്ന് ഉദ്ഘാടനത്തിന് നമ്മൾ ആളുകളൊക്കെ വിളിക്കും. അയാൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കാട്, അദ്ദേഹം ചോദിക്കാട്, അന്ന് ഇവിടെ കുറച്ച് ബലൂൺ ഉണ്ടായിരുന്നല്ലോ, അത് എവിടെയെന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് വിവരമില്ല എന്നാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ വെളിവില്ല എന്നാ പറയാം. ബലൂണിന്റെ ആയുസ് ഒരു കൊല്ലമില്ല. ഇതാണ് സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നാളെ ബന്ധുക്കൾ ആരെങ്കിലും ICUയിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറയുന്നൊരു സമയമുണ്ട്, ഇതാ പാപ്പാൻ്റെ കാരം കഴിഞ്ഞു, ഉമ്മാൻ്റെ കഴിഞ്ഞു, മാസ്ക് വലിച്ചാൽ വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത ആൾ പോകും, അതുകൊണ്ട് അറിയിക്കണമല്ലൊക്കെ അറിയിച്ചോളൂ എന്ന് പറയുമ്പോൾ ICUവിൻ്റെ കവാടത്തിൽ റൗണ്ട് ഗ്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചതുരത്തിലുണ്ടാവും. അതിലൂടെ അങ്ങനെ നോക്കുക, പാപ്പാൻ ഉമ്മാനെ നോക്കുക. ആ സമയത്ത് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ഉയരം കൂടിയ അവയവം സ്വന്തം നെഞ്ചായിരിക്കും. ഇന്നലി സക്കറാത്തിൽ മൗത്തിൽ ശദീദ്, ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി ആഞ്ഞു വലിക്കും.
നെഞ്ചിനോളം ഉയരമുള്ള അവയവല്ല, കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി പറഞ്ഞിരുന്ന ആളായിരിക്കും. ആ സമയത്ത് നെഞ്ചായിരിക്കും ഉയരം കൂടുക. കാരണം ഒരു തുള്ളി ശ്വാസം വേണം, അതിനു വേണ്ടി വലിക്കും. എത്ര വലിയ മന്ത്രിയായാലും എത്ര വലിയ പ്രജാപതിയായാലും ശരി, ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി ആഞ്ഞു വലിക്കുന്ന ഒരു കാലമുണ്ട്. അന്ന് ചെവിയിൽ സമ്പത്ത് വന്ന് പറയും, ഞാൻ പോവാട്ടോ, നിന്റെ കൂടെ പോരാൻ കഴിയില്ല, നിന്റെ കൂടെ പോരാൻ കഴിയില്ല. നീ ഇത്ര കാലം എന്നെ ഒട്ടിപ്പിടിച്ചതിന്റെ പ്രതിഫലമായി ഗിഫ്റ്റായി നിനക്ക് 3 തുണി കഷ്ണം തരും. വില കുറഞ്ഞ കഷ്ണം. വില കൂടിയത് പാടില്ല ഇസ്ലാമിൽ. കഫം പുടവ വില കൂടിയത് ഉപയോഗിക്കാൻ പാടില്ല. ഇഹ്റാമിനും വില കൂടിയത് ഉപയോഗിക്കാൻ പാടില്ല. കഫം പുടവയും വില കൂടിയത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം മണ്ണ് പോയി അത് നശിക്കാനുള്ളതാണ്. വില കൂടിയത് ചെയ്യാൻ പാടില്ല. വില കുറഞ്ഞ 3 തുണി കഷ്ണം, അതാണ് സമ്പത്ത് തമ്മിലുള്ള ബന്ധം. അങ്ങനെ പോകുന്ന സമയത്ത് 3 ആളുകൾ നിങ്ങളെ കൂടെ പോരുന്നാണ് പറയണത്. റസൂലുള്ളാഹി പറയാൻ, 1 അമലുൻ സാലിഹുൻ, നിങ്ങളുടെ സുഹൃതമാണ്. 2 സ്വദഖത്തുൻ ജാരിയ, ചെലവാക്കിയത് കൂടെ കൊണ്ടുപോകും. ഡെപ്പോസിറ്റ് ഉള്ളത് അവിടെ കിടക്കുന്നത്, മക്കൾ തമ്മിൽ തല്ലിയിട്ട് എന്തെങ്കിലേക്കോളും. നമ്മളടുത്ത് ഡെപ്പോസിറ്റ് ഉള്ളതല്ല, ചെലവാക്കിയത് കൊണ്ടുപോകും. 3-മത്തേത് വലതുൻ സാലിഹുൻ യദഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണ മക്കള്. മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറ. 3 പിടി മണ്ണ് വാരി നെഞ്ചത്തേക്ക് വലിച്ചെറിഞ്ഞ് മക്കള് തിരിച്ചു പോകുന്ന മക്കളുണ്ട്, അവിടെ നിൽക്കണ മക്കളുണ്ട്. മകൻ പോയിട്ടുണ്ടെങ്കിലും മകൻ അവിടെ നിൽക്കും. അത് ഏത് മകനാണ്? വലതുൻ സാലിഹുൻ യദഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്. നമ്മുടെയൊക്കെ മയ്യത്ത് വെച്ച് മക്കൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു. അല്ലാഹ് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കുക, അല്ലാഹ് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കുക അല്ലാഹ് എന്ന് മോൻ പറയുമ്പോൾ മോൻ്റെ കൽബ് കലങ്ങി, മോളുടെ കൽബ് കലങ്ങി ഒരിറ്റ് കണ്ണീരിങ്ങളെ കഫം പുടവയിൽ വീണുപോയാൽ അതിനേക്കാൾ പ്രിയങ്കരമായൊരു സമ്പാദ്യം ലോകത്ത് നിങ്ങൾ സമ്പാദിച്ചിട്ടേ ഇല്ല. അതാണ് അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു. കൊണ്ടുപോണ സാധനം. പണ്ടൊക്കെ ഗൾഫാരിങ്ങനെ, ഗൾഫാരെ കൂടെ എന്തുണ്ടാവും? ഒരു പെട്ടി ഉണ്ടാവും. പണ്ടത്തെ പ്രവാസികൾ, ഞാൻ പ്രവാസിയൊന്നുമല്ല കേട്ടോ, ആളുകൾ പറഞ്ഞ കഥ കേട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിയാൽ മതി. അപ്പൊ യഥാർത്ഥത്തിൽ അവരൊരു പെട്ടി, സൂട്ട് കേസോ അല്ലെങ്കിൽ കാർബോർഡൊക്കെ കൊണ്ടുപോയിട്ട് അത് റൂമിന്റെ മൂലയിൽ വെക്കും. എന്നിട്ടിങ്ങനെ വെള്ളിയാഴ്ച ഒഴിവ് കിട്ടുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങി പർച്ചേസ് ഇടും. ഒന്നായിട്ട് പോയി വാങ്ങാനുള്ള കപ്പാസിറ്റി അന്നത്തെ പ്രവാസിക്കില്ല. അന്ന് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ലൂലുമാളില്ല എന്ന് വെച്ചോളി. അന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം അതിങ്ങനെ 2-3 കൊല്ലൊക്കെ കഴിയുമ്പോൾ ആ പെട്ടി തന്നെ കെട്ടിയിട്ടാണ് കൊണ്ടുവരിക. ഇതേപോലെ ഒരു പെട്ടിയുണ്ട്. നമ്മൾ നാട്ടുകാർ 3 കെട്ട് കെട്ടുമ്പോൾ നമ്മൾ മാത്രം കെട്ടിപ്പോകേണ്ട ഒരു പെട്ടിയുണ്ട്. അത് നമ്മുടെ അമലുൻ സാലിഹാൻ, സുഹൃതങ്ങളാണ്. അതിലേറ്റവും വില പിടിച്ച സമ്പാദ്യം സ്വന്തം മകനും മകളുമാവണം എന്ന് നിർബന്ധ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവരെയും ഖുർആനിനോട് ചേർത്ത് പിടിക്കുക, അവരെയും ഖുർആനിനോട് ചേർത്ത് പിടിക്കുക. വിശുദ്ധ ഖുർആൻ പറയാൻ, വഖാലല്ലദീന കഫറു റബ്ബനാ അരിനല്ലദൈനി യദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹ്ത ഖദാമിന ലിയകൂനാ മിനൽ അസ്ഫലീൻ. നാളെ നരകത്തിലായ മക്കൾ അള്ളാഹിനോട് പറയുമ്പോൾ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളെ ഉപ്പാനെ കാണിച്ചു തരണം, ഉമ്മാനെ കാണിച്ചു തരണം. എന്തിനാ മോനെ നല്ല ചോദിക്കുമ്പോൾ പറയാ, ഞങ്ങൾക്ക് ഒരുപാട് വിവരം അവർ തന്നിരുന്നു, ഇവിടെ അത് ആവശ്യം ഉണ്ടായില്ല, ഇവിടെ ആവശ്യമുള്ളൊരു വിവരം ഉമ്മ തന്നില്ല. അവർ ഖുർആൻ സ്റ്റഡി സെന്ററിൽ എല്ലാ ആഴ്ചയിലും പോകുന്ന ആളുകളാണ്. എല്ലാ വെള്ളിയാഴ്ചയും 1-മത്തെ സഫിലിരിക്കുന്നവരാണ്. അവർ മഹല്ലിന്റെ കൈകാര്യകർത്താക്കളാണ്. പക്ഷെ ദീനീ സംരംഭങ്ങളോട് എൻ്റെ കൂടെ കൂട്ടിയില്ല, എന്നെ അടുപ്പിച്ചില്ല. അതുകൊണ്ട് ഇവരെ ആവശ്യമില്ല ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നില്ല. അള്ളാഹുവേ, അവരെ കാണിച്ചുകൊണ്ടാ ഞാൻ നരകത്തിലാവാനുള്ള കാരണം എൻ്റെ ഉമ്മയാണ്. എന്തിനാണ് നല്ല ചോദിക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട മക്കൾ പറയും, നജഅൽഹുമാ തഹ്ത ഖദാമിന ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങൾ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഈ ചൂടൊന്ന് കുറക്കാൻ ഞങ്ങളെ സഹായിക്കുക അല്ലാഹ് എന്ന് പറയുന്നതാണ്. ഇതും മക്കൾ തന്നെയാണ്. ഏത് മക്കളാണ് നമ്മൾ തീരുമാനിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും ചെറിയ തലമുറ വരെ നമ്മൾ പഠിപ്പിക്കാൻ കൊടുക്കേണ്ട മെനുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. 10 ഇരട്ടി പ്രാധാന്യം അതിന് കൊടുക്കണം. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, നടക്കൂല. എന്നാൽ 10-1 നമ്മൾ പ്രാധാന്യം കൊടുക്കണം. 10-1. ലോകത്ത് ഏറ്റവും കലർപ്പില്ലാത്ത വിജ്ഞാനമാണ് വിശുദ്ധ ഖുർആൻ. കലർപ്പില്ലാത്ത വിജ്ഞാനാണ്. ബാക്കി ലോകത്ത് എന്തൊക്കെ നോളജ് ഉണ്ടോ അതിൽ കലർപ്പുണ്ട്. ആ കലർപ്പുള്ള വിജ്ഞാനത്തിന് എത്ര പൈസ നിങ്ങൾ ചെലവാക്കണത് അല്ലേ? അസംഷൻ ഇല്ലാത്ത വിജ്ഞാനങ്ങൾ ലോകത്തില്ല. സയൻസിന്റെ ബേസ് തന്നെ അസംഷനാണ്, ഊഹമാണ്. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം.
നാളെ തെറ്റാവും. സൂര്യൻ മുമ്പ് കറങ്ങിയില്ല, ഇന്ന് സൂര്യൻ കറങ്ങാണ്. ഭൂമിയും കറങ്ങുന്നുണ്ട്, സൂര്യനും കറങ്ങുന്നുണ്ട്. മുമ്പ് നിങ്ങൾ പഠിച്ചത് ഭൂമി മാത്രമേ കറങ്ങുന്നുള്ളൂ എന്നാണ്. സൂര്യൻ അന്നും കറങ്ങുന്നുണ്ട്, ഇന്നും കറങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പോഴേ കറങ്ങി തുടങ്ങിയിട്ടുള്ളൂ സയൻസിന്. കാരണം അത് ഊഹമാണ്, അതൊരു മെത്തഡോളജിയാണ്, അതൊരു വിജ്ഞാനമല്ല, അതൊരു രീതിശാസ്ത്രമാണ്. ഏറ്റവും നല്ല വിജ്ഞാനം, കലർപ്പില്ലാത്ത വിജ്ഞാനം. ലോകത്ത് 2 വിജ്ഞാനങ്ങളെ ലോകത്തുള്ളൂ. ഒന്ന് വഹബിയായ വിജ്ഞാനം, മറ്റൊന്ന് കസബിയായ വിജ്ഞാനം. വഹബിയായ വിജ്ഞാനത്തിന്റെ പ്രത്യേകത തെറ്റില്ല എന്നാണ്. ആര് പറഞ്ഞാലും തെറ്റൂല. കസ്ബിയായ വിജ്ഞാനം പറയുന്ന ആൾക്ക് തെറ്റിയാൽ കേൾക്കുന്ന ആൾക്ക് തെറ്റും. ആർജിക്കുന്നവൻ, അത് പരിശീലിപ്പിക്കുന്നവന് തെറ്റിയാൽ പരിശീലിക്കുന്നവന് തെറ്റും. കസ്ബിയായ വിജ്ഞാനം അങ്ങനെയാണ്, അതിൽ അസംശനുണ്ട്. വഹബിയായ ഇൽമ എന്ന് പറഞ്ഞാൽ വഹീന്റെ ഇൽമ, അതിൽ കലർപ്പില്ല. ആ കലർപ്പില്ലാത്ത വിജ്ഞാനത്തിന് ഞാനും എൻ്റെ കുടുംബവും എത്ര പ്രാധാന്യം നൽകി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് ചേർത്ത് പിടിച്ച് നമ്മൾ വായിക്കണം. ഖുർആൻ ഉച്ചരിക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് യാത്രയിലാണെങ്കിലും ശരി, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ശരി, ഖുർആൻ എടുത്ത് മറിച്ചു നോക്കാൻ പറ്റില്ല, ഈ മൊബൈലൊന്നും നോക്കാൻ പറ്റില്ലെങ്കിലും അറിയുന്ന ഖുർആനിന്റെ വാക്യങ്ങൾ, സൂക്തങ്ങൾ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുക. ഒരു ദിവസത്തിൽ 1/2 മണിക്കൂർ മതി, അത് കൊടുക്കുക. വിശുദ്ധ ഖുർആനായിട്ട് ബന്ധമില്ലാത്ത ആളുടെ ഹൃദയം ഇടിഞ്ഞു പൊളിഞ്ഞ ഭവനം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെത്തിയാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയും, അബ്ദുല്ലാ, നീ ഖുർആൻ പാരായണം ചെയ്തതാ? നബിയെ, നിങ്ങൾക്ക് ഇറങ്ങിയതാണല്ലോ, ഞാൻ എന്തിനാണിത് പാരായണം ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇറങ്ങിയ സാധനമല്ലേ ഇത്, പിന്നെ ഞാനൊന്ന് ഓതി തരണം എന്തിനാണ്? ഞാൻ വേറെ ഒരാളുടെ ഖിറാഅത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഖുർആൻ ഓതുന്നതും പഠിക്കുന്നതും ഖുർആൻ കേൾക്കുന്നതും പുണ്യമാണ്. വേറൊരു സംസാരം കേൾക്കുന്നത് ചിലപ്പോൾ പുണ്യമായിക്കൊള്ളുന്നില്ല. ഖുർആൻ കേൾക്കുന്നത് ഇബാദത്താണ്. ഇബാദത്തുള്ള ഒറ്റ പദ വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. കേൾക്കുന്നത് ഇബാദത്താവൽ ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ കേൾക്കുക. റസൂലുള്ള പറയാണ്, എന്നിട്ട് ഞാൻ ഓതിക്കൊടുക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് ഞാൻ ഓതിയാൽ കളിപ്പാട്ടം കണ്ട കുട്ടിയെപ്പോലെ ആർത്തിയോടുകൂടി നബി അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നരകത്തെക്കുറിച്ച് ഞാൻ പാരായണം ചെയ്താൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വരെ തള്ളി മാറ്റും. വേണ്ട എന്ന് പറയും. നരകം അങ്ങനെ കാണുന്നത് പോലെ ചില സമയങ്ങളിൽ നബി മൗനം പാലിക്കും. അപ്പം ഞാൻ എടുത്തിങ്ങനെ നോക്കും, നബി നമ്മളെ പറ്റിച്ചിട്ട് ഉറങ്ങിപ്പോയോ എന്ന് ആലോചിക്കാൻ. അങ്ങനെയുള്ള ഖുർആൻ എടുത്താലാണ് നമ്മളെല്ലാവരും ഉറങ്ങുക. നോമ്പിനൊക്കെ ഖുർആൻ എടുത്ത് ഇങ്ങനെ ഉറങ്ങിപ്പോ. ദയവ് ചെയ്ത് ആരും ഉറങ്ങരുത്, അള്ളാഹിനെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഖുർആൻ എടുത്ത് ഉറങ്ങാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അപമാനിക്കലാണ്. തിരിച്ച് അള്ളാഹ് നമ്മളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആകാശത്തുനിന്ന് താഴെ വീണതുപോലെ തവിട് പൊടിയാവും നമ്മുടെ ലൈഫ്. അള്ളാഹ് തിരിച്ച് ചെയ്യണം തീരുമാനിച്ചാൽ അള്ളാഹ് സംസാരിക്കുമ്പോൾ ഉറങ്ങാൻ പാടില്ല. അതാണ് ഖുർആൻ എടുത്ത് ഉറങ്ങരുതെന്ന് പറഞ്ഞ് ഉറക്കം വരുമ്പോൾ ഓതണ്ട, അത്രേ ഉള്ളൂ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന രീതി വളരെ വലിയ രീതിയിലാണ്. ഖുർആൻ നബി തിരുമേനിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇറവെള്ളം മുറ്റി വീഴുന്നത് പോലെ നബിയുടെ മുഖത്തൂടെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് ഞാൻ കാണാറുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾക്ക് കരച്ചിൽ വരില്ലെങ്കിൽ കൃത്രിമമായി കരയൂ. തബാക്കൗ എന്നാണ് ഹദീസിൽ ഉപയോഗിച്ച പദം. തബാക്കൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കി കരയാന്നാണ്. ഖുർആൻ ഓതിയ ഒരാൾ കരയും. കരണമെങ്കിൽ എന്ത് വേണം? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം, നല്ല കരച്ചിൽ വരുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മതവിദ്യാഭ്യാസ സംവിധാനത്തിൽ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കണില്ല. 10ാം ക്ലാസ് മദ്രസ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല, അറിയണില്ല. പിന്നെ ആ കുട്ടിയോട് നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവണം എന്നത്ര പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? പറയണ ഖുർആൻ അറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മൾ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോഴാണ് അത് കൽബിനെ പിടിച്ചു കുലുക്കുക. അങ്ങനെയാണ് നരകത്തെക്കുറിച്ചാണെന്ന് ഓർമ്മ വരണല്ലോ. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ചാണെന്ന് ബോധമുണ്ടാവണമല്ലോ. അതുകൊണ്ട് നിങ്ങളെ മതവിദ്യാഭ്യാസം ഇത്ര റെഗുലറായി പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൽ മുസ്ലിങ്ങളല്ലാതെ വേറില്ല. എന്നാൽ അതിൻ്റെ റിസൾട്ടുകൾ നോക്കി കുറ്റകൃത്യത്തിൽ നമ്മൾ കുറവിലാണോ? അല്ല. ഒരു നാർക്കോട്ടിക് കേസ് വന്നാൽ നല്ലൊരു ശതമാനം നമ്മൾ തന്നെ. അവരൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. പക്ഷേ മദ്രസയിൽ പഠിച്ചു എന്നത് കാരണം മാത്രം അവരെ ധാർമ്മികമായി ശരിപ്പെടുത്താൻ കഴിയില്ല. മദ്രസയുടെ വിജ്ഞാനം അമലിൻ്റെ വിജ്ഞാനമാണ്. കർമ്മം എങ്ങനെ ശരിയാക്കാന്നാണ് പഠിപ്പിച്ചത്.
വിശ്വാസം കൂടി പഠിപ്പിക്കണം. കൽബിന്റെ ജ്ഞാനുണ്ട്, അതുകൂടി പഠിപ്പിക്കുമ്പോഴാണ് പൂർത്തിയാവുക. കൽബിന്റെ ജ്ഞാനമേതാണ്? കൽബിന്റെ ജ്ഞാനമേതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പഠിക്കുക. ഞാൻ അവസാനിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ കൽബിലേക്ക് വരുമ്പോഴാണ് തഖ്വയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. തഖ്വയുടെ ലക്ഷണങ്ങൾ ഖുർആൻ ഓതിയാൽ ഒരാൾ കരച്ചിൽ വരിക എന്നുള്ളത് മുത്തഖിയുടെ ലക്ഷണമാണ്. തഖ്വ ഹൃദയത്തിലുണ്ട്, അത് നിങ്ങളാരും കാണൂല എന്ന് പറഞ്ഞ് ചില ആൾക്കാർ സമാധാനിക്കുന്നത് കാണാം. നിങ്ങളാരും കാണില്ല. തഖ്വ ഉണ്ടെങ്കിൽ ഖുർആൻ ഓതിയാൽ കരയും. തഫീലു മിനദ്ദം, കണ്ണീരുറ്റി വരും. വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്. മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോൾ ബോധം കെട്ടു വിടുകയാണ്. വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സൂറത്ത് യാസീൻ എത്ര പ്രാവശ്യം നമ്മൾ ഓതിയാൽ നമ്മൾ കരച്ചിൽ തന്നെ വന്നിട്ടില്ല. ബോധം കെടലൊക്കെ ഒഴിവാക്കി കളി, മുൻകൂർ ജാമ്യം എടുത്തോളി, അത് നടക്കൂല എന്ന് വെക്കാം. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല അമീറുൽ മുഅ്മിനീൻ, ബോധം കെടാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാനിങ്ങനെ പരലോകത്തെക്കുറിച്ച് ആലോചിച്ചു പോയി. നാളെ തിക്കും തിരക്കുണ്ടാക്കിയിട്ട് മഹ്ശറേന്ന് ഞാനും നിങ്ങൾ അള്ളാഹിനോട് പറയും, അല്ലാ നരകത്തിലിട്ടാലും വേണ്ടിയില്ല, മഹ്ശറേന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി അല്ലാ എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അന്ന് അല്ലാഹ് ആളുകളെ വിചാരണ എടുത്ത് ഫരീഖും ബിൽ ജന്നത്തി വ ഫരീഖും ബിസ്സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. അപ്പൊ ചില ആളുകളോട് അല്ലാഹ് പറയും വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മാറി നിൽക്കണോ, നിങ്ങൾ വീണ്ടും മഹ്ശറേക്ക് തന്നെ പോയിക്കോ, കേസ് എടുക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ സാധുവായ ഉമർ ഉൾപ്പെടുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ആരാണ് ഉമർ? ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമറുൽ ഖത്താബ് ലാ നബിയ ബഅദി അന ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. എൻ്റെ ശേഷം ഈ ഉമ്മത്തിനൊരു പ്രവാചകൻ അല്ലാഹ് കൊടുക്കുമായിരുന്നെങ്കിൽ അത് ഖത്താബിന്റെ മകൻ ഉമറാണ്. എൻ്റെ ശേഷം നബി ഇല്ല, ഞാൻ അന്ത്യപ്രവാചകനാണ്. അത്ര ശ്രേഷ്ഠതയുള്ള മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ശൈത്താൻ ഇബ്ലീസും ഒരു വഴിയിൽ സംഗമിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഈമാനുള്ള മനുഷ്യനാണ്. സ്വർഗത്തിൽ ഞാനൊരു ഭവനം കണ്ടു. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? അത് ഉമറിന്റെ വീടാണ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലൊരു വീടുണ്ടാക്കിയിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആവണത്. ഉമർ റളിയല്ലാഹു. എല്ലാവരും ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് ജീവിതത്തിൽ ഖുർആൻ എടുത്തിങ്ങ് തട്ടിച്ചു നോക്കുക, നമ്മുടെ കൽബിന് അത് പിടിച്ചു കുലുക്കിയിട്ടുണ്ടോ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. സിദ്ദീഖുൽ അക്ബറിനെ ഇമാം നിർത്താൻ വേണ്ടി റസൂലുള്ളാഹി പറയുമ്പോൾ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി, എൻ്റെ പിതാവിനെ നിങ്ങൾ ഇമാം നിർത്തരുത് എന്നാണ്. കാരണം ഒരു ചെറിയ സൂറത്ത് പോലും കരയാതെ എൻ്റെ പിതാവ് പൂർത്തീകരിക്കില്ല. റസൂലുള്ളാഹി അങ്ങനെ ആളുകൾ അഭിവാദ്യം ചെയ്തു. റസൂലുള്ളാഹിക്ക് പള്ളിക്ക് വരാൻ പറ്റണില്ല. എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ വരും എന്ന് വിചാരിക്കാൻ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ഇമാമ നിന്നു. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഈ 3 വചനങ്ങളല്ലാതെ ഞങ്ങളൊന്നും കേട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിലല്ലാതെ. ഇങ്ങനെയാണ് ഖുർആൻ അവർ സമീപിച്ചത്. നമ്മൾ ആലോചിച്ച് ഖുർആൻ എടുത്ത് ഓതുന്ന ആളുകളുടെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മളെ കണ്ണിനത് പിടിച്ചു കുലുക്കിയിട്ടില്ല, നമ്മുടെ കൽബിൽ അതൊരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അള്ളാഹു റസൂല് ഖുർആൻ എന്നൊക്കെ പറയുന്നത് കൽബിൽ ഒന്നാമതായി ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ഖുർആനോട് വൈകാരികമായൊരു അടുപ്പവും ബന്ധവും നമുക്ക് ഉണ്ടാവണം. ആ ബന്ധവും അടുപ്പവും ഉണ്ടാകണമെങ്കിൽ ഖുർആൻ ആഴത്തിലറിയാനുള്ള പരിശ്രമം ഉണ്ടാവണം. ആ പരിശ്രമത്തിൻ്റെ പേരാണ് ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. ആ ഖുർആൻ സ്റ്റഡി സെന്റർ നമ്മുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. പഠിക്കണം. 5 ആൾ മതി, 4 ആൾ മതി, 4 കുടുംബം മതി, 2 കുടുംബം മതി. അങ്ങനെ അത് 5ഉം 10ഉം 20ഉമായി വികസിക്കാം. ഇവിടെ ഖുർആൻ പഠിക്കാനുള്ള എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ അനിവാര്യമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ ആനുകാലികമായ സംഭവങ്ങളിലേക്കോ പോവില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്തുപോയാൽ അതിന് അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നോർത്ത ഭരണാധികാരി മദ്യപിച്ച് ലക്കുകെട്ട് 130 സ്പീഡിൽ ഒരു വണ്ടി ഓടിച്ച് ഒരു പത്രപ്രവർത്തകനെ നിഷ്ഠൂരമായി കൊല ചെയ്ത് ചിരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന ഭരണാധികാരി, അവർക്ക് ആശീർവാദം ഉണ്ടാക്കുന്ന ഭരണാധികാരികൾ വേറെ. ഇത് രണ്ടും പ്രത്യയ ശാസ്ത്രമാണ്. രണ്ടും പ്രത്യയ ശാസ്ത്രമാണ്. അതുകൊണ്ട് ഒന്ന് കൊലയാളികൾക്ക് ഭരണാധികാരിയാവാം, ഒന്നൊരാട്ടിൻകുട്ടി ചത്തുപോയാൽ അല്ലാഹ് ഞാൻ എന്തു പറയും എന്നോർത്ത് ദിവസങ്ങൾ കരഞ്ഞ ഭരണാധികാരി. അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഉണ്ടാക്കിയതിൻ്റെ പേരാണ്
ഖുർആൻ എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ. അറബികൾ ഇങ്ങനെ പറഞ്ഞാൽ മൂക്ക്, ഒട്ടകത്തിന്റെ മൂക്കയർ പിടിക്കാനും കാൽപ്പാടുകൾ നോക്കി വഴി കണ്ടുപിടിക്കാനും ഒട്ടകത്തിൽ ഒതുങ്ങി, ഒട്ടകത്തിൽ തുടങ്ങി ഒട്ടകത്തിൽ ഒടുങ്ങുന്ന വിജ്ഞാന ശാഖകൾ മാത്രമുണ്ടായിരുന്ന അറബികൾക്ക് ലോകത്തിന്റെ ചെങ്കോല്, ഭൂമിയുടെ 1/3 അധികാരം കൈമാറുന്നത് വിശുദ്ധ ഖുർആനാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇസ്രായേൽ രൂപീകരിച്ച് പറയുന്നത് ഇനി ഒരിക്കലും മുസ്ലിം സമുദായം ഒന്നിക്കില്ല, രാജ്യങ്ങളുടെ അതിർത്തിയൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കിയത്, ഖത്തറിന്റെ അതിർത്തി, സൗദി അറേബ്യയുടെ അതിർത്തി, ഈജിപ്തിന്റെ അതിർത്തി, ഇന്ത്യയുടെ അതിർത്തി, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല, ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് ഒപ്പുവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവർ തമ്മിൽ തെച്ചോളും, എല്ലാ കാലത്തും തമ്മിൽ തല്ലുണ്ടാവും, ഒന്നിക്കില്ല. ഒന്നിക്കാതിരിക്കാനുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇനി അവരെ നമ്മൾ പേടിക്കേണ്ടത്, അദ്ദേഹം ഷെൽഫിൽ നിന്നൊരു ഖുർആനിന്റെ കോപ്പി എടുക്കുകയാണ്, അത് ഉയർത്തിപ്പിടിച്ച് പാർലമെന്റിൽ സംസാരിക്കുകയാണ്. ഈ ഖുർആനിലേക്ക് അവർ മടങ്ങി വന്നാൽ അവരെ നമ്മൾ ഭയക്കേണ്ടി വരും. ഖുർആനിലേക്ക് മടങ്ങി വന്നില്ല എന്നതാണ് നമ്മളുടെ ഇസ്സത്ത് ചോരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖുർആനോളം പ്രധാനമുള്ള ഗ്രന്ഥങ്ങളോ പ്രഭാഷണങ്ങളോ സംസാരങ്ങളോ മതവിദ്യാഭ്യാസ സംവിധാനമില്ല. വിശുദ്ധ ഖുർആനിൽ തുടങ്ങി അതിൽ അവസാനിക്കുന്ന വിജ്ഞാനമാണ് ഇസ്ലാം. ലോകത്തെല്ലാം ഉണ്ടായത്, ഇബ്നു സീന ഉണ്ടായത്, ഫറാബി ഉണ്ടായത്, കിന്ദി ഉണ്ടായത്, ഇബ്നു ഹൈസം ഉണ്ടായത്, അതുപോലെ തന്നെ ഇബ്നു റുസ്തും ഇമാം ഗസാലിയും ഉണ്ടായത്, എല്ലാം ഖുർആനിനെ ഖിദ്മത്ത് ചെയ്യാനാണ്. ഖുർആന് മാറിയിട്ടൊരു വിവരമില്ല. അതുകൊണ്ടാണ് സൂത്രവാക്യത്തിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ, എനിക്ക് അവ്യക്തതയുണ്ടായാൽ, അർദ്ധരാത്രിയാണെങ്കിലും വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുമെന്ന് ഇബ്നു സീനക്ക് പറയാൻ കഴിയുന്നത് ആ ബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വിജ്ഞാനം ലോകത്ത് മൂല്യങ്ങളുടെ വിജ്ഞാനമാണ്. ഇമാം റാസിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കാണ്, അനസ്തേഷ്യ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്, അബൂബക്കർ റാസി. ഇമാം റാസി 2 ഉണ്ട്, ഒന്ന് അബൂബക്കർ റാസി. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, ആളുകളെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ബോധം കെടുത്തുന്ന ഒരു മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു വന്നപ്പോൾ റാസി അവരോട് പറഞ്ഞത്, ഇല്ല, അത് ഡോസ് കൂടി ഒരാൾ തട്ടിപ്പോകും, അങ്ങനെ തട്ടിപ്പോയാൽ ഞാൻ നാളെ മരിച്ച് ബർസഖിയായ ലോകത്ത് പോയാൽ അതിന്റെ പാപം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനത്തെ വിജ്ഞാനമുള്ളിടത്ത് മദർ ഓഫ് ബോംബ് ഉണ്ടാവില്ല. അമേരിക്ക ഇറാഖിലിട്ട ബോംബിന്റെ പേരാണ് മദർ ഓഫ് ബോംബ്സ് എന്ന് പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് അനേകമായിരം ആളുകളെ കൊന്നൊടുക്കാം. റഷ്യ ഉക്രൈനിലിട്ട പുതിയ ബോംബിന്റെ പേരാണ് ഫാദർ ഓഫ് ബോംബ് എന്ന് പറയുന്നത്. ബോംബിന്റെ അച്ഛൻ, ബോംബിന്റെ അമ്മ. അമ്മ, ഉമ്മ എന്നുള്ള പതൊന്നും ബോംബിന്റെ കൂടെ ചേർക്കാൻ തന്നെ പറ്റൂല. പക്ഷെ ചേർത്തത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും വേഗത്തിൽ നശിപ്പിക്കുന്ന മാരകായുധങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരൽപ്പം ഡോസ് കൂടി പോയാൽ, ഒരാൾ തട്ടിപ്പോയാൽ, നിരപരാധിയായ ഒരു മനുഷ്യൻ മരിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ അതിന്റെ പേരിൽ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ബോധമുണ്ടാക്കിയത് ഇലല്ലാഹി മർജിഉകും എന്ന ബോധമാണ്. ഖുർആൻ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനമായി പരലോകത്തെ ബന്ധിപ്പിച്ചത്. ഈ ബോധമുള്ളവർ ലോകത്ത് അധികാരത്തിലുണ്ടായാലാണ് അക്രമങ്ങൾ അവസാനിക്കൂ. പിന്നെ ആരും നിരപരാധിയും ഇടിച്ചു തെറിപ്പിച്ച് അയാൾ അധികാരത്തിൽ വരില്ല. ആ ബോധം അവരിൽ ഉണ്ടാവണമെന്നതാണ്. ആ ബോധത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അത് സമൂഹത്തിനും നാഗരികതക്കും ഒരു വ്യക്തിക്കും കുടുംബത്തിനും ഒരുമയും ഐക്യവും പുരോഗതിയും വളർച്ചയും വികാസവും ഉണ്ടാകാൻ അനിവാര്യമായ ഔഷധമാണ്. അതിന് നമ്മൾ ചേർത്ത് പിടിക്കുക. ജഗന്യന്താവ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജഗന്യന്താവിന്റെ നാമത്തിൽ ഈ സംഗമത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.